ആ നേരത്ത് രാധ എങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ക്ലാരെ കാണില്ലായിരുന്നു. ചിലപ്പോ കണ്ടേനെ, പക്ഷെ എന്തായാലും ഇങ്ങനെ കാണില്ലായിരുന്നു. ഇത്രയും കാലവും ഒരു പെണ്ണിനെ കാണാൻ കൂട്ടാക്കാതെ ഞാൻ പിടിച്ചു നിന്നത് എനിക്ക് ഉള്ളിത്തട്ടി മോഹം തോന്നുന്ന ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചു വെച്ചത്. ഇനിയിപ്പോ ഞാൻ എല്ലാരെയും കാണാൻ തുടങ്ങുമെന്ന ഇപ്പോഴെന്റെ പേടി. അതൊന്നുമില്ല, രാധയായിട്ട് ഒന്നുകൂടെ കാണാം. ഇനി കോളേജിൽ പോയിട്ട് വേണ്ട, വേറെ എവിടെയെങ്കിലും വെച്ച്. അതൊക്കെ വരും. ഒരു ദിവസം കാണാം രാധ മണ്ണാർത്തോടിയിൽ ഇരിക്കുന്നത് 3-4 ബൊമ്മയ്ക്കും തമ്പ്രാൻ കുഞ്ഞുങ്ങളുമായിട്ട്. അത് കാണാൻ ഞാനൊരു ദിവസം അവിടെ വരുന്നുണ്ട്. കുറെ കൊച്ചു വാശികളും കൊച്ചു അന്ധവിശ്വാസങ്ങളും കൊച്ചു ദുശീലങ്ങളും. അതാ ഞാൻ. തോന്നി. എന്റെ രണ്ടാമതൊരു വാശി കൂടി ക്ലാര ഇന്ന് തകർത്തു. ഒരു പെൺകുട്ടിയുടെയും നാശത്തിന്റെ തുടക്കം എന്നിലൂടെ ആവരുതേ എന്നെനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയുടെയും വെർജിനിറ്റി ഞാൻ കാരണം ഇല്ലാതാവരുത് എന്നെനിക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെയൊന്നും സംഭവിച്ച ആ പെൺകുട്ടിയാവും പിന്നെ അങ്ങോട്ട് അന്ത്യം വരയ്ക്ക് എന്റെ ഒപ്പം ഉണ്ടാവുക എന്നും ഞാൻ ഒരു ശപഥം എടുത്തിരുന്നു. ഞാൻ ക്ലാരെ മാരി ചെയ്യട്ടെ. വിരോധമൊന്നുമില്ലല്ലോ? ഇല്ല, പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരണം. എന്നുവെച്ചാ കടലിൽ പോണം. പോയാ പോരാ, തിരിച്ചു വരുമ്പോ വലയിൽ എന്തെങ്കിലും ഉണ്ടാവണം. വലയില് എന്തെങ്കിലും ഉണ്ടായാ മതിയാ? പോരാ, പിന്നെ ഒരു വള്ളം നിറയെ.